അസ്സലാമലൈക്കും. ഇന്ന് നമുക്കൊരു ഉണക്ക മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാർ എങ്ങനെയാണ് നോക്കാം. ഇത് മാങ്ങ നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഈത്തപ്പഴം, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വിനാഗിരിയും വേണം. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് ഉലുവ, കുരുമുളക്, ജീരകം, കടുക്, പിന്നെ കുറച്ച് കായം, കട്ടക്കായമാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇത് ഇത്രയും ഇട്ടിട്ട് ചെറിയ തീയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ സാധനം ഇത്രയും ആവശ്യമുണ്ട്. കണ്ട, നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ച് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുക്കാൻ പോവുകയാണ്. കണ്ട, ഇത്രയും നന്നായിട്ട് പൊടിച്ചു. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. ആദ്യം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കണം. അതിലേക്ക് നല്ലെണ്ണയുടെ പകുതിയോളം ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് വീണ്ടും നമ്മൾ വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോഴേക്കും അടുത്ത് നമ്മൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഇത് മൂന്നും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കണ്ട, അപ്പോൾ ഇതും ഒരു ബ്രൗൺ കളർ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും ഈ ഉണക്കമാങ്ങയും അതിലോട്ട് ചേർക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കായം, വെളുത്തുള്ളി, പിന്നെ എന്തോന്ന് ഉലുവ, ഇതൊക്കെ മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. കടുക്, ഇത്രയും മിക്സ് ചെയ്ത പൊടിയും കൂടെ നമ്മളതിലോട്ട് ചേർക്കണം. കണ്ടതാ, നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിന്നെ മാങ്ങയും ഈത്തപ്പഴവും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് നമ്മളിത് ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ചാറായിട്ടല്ല, ഡ്രൈ ആയിട്ട്. ഇത് ഒരു വർഷത്തോളം കേടാകാതെ ഇരിക്കും. സൂക്ഷിച്ച് വെച്ചിരുന്നാൽ പുറത്തായാലും കുറേ നാൾ കേടാകാതെ ഇരിക്കും.